അംഗനവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കാനാകില്ല എന്ന കേന്ദ്ര സർക്കാർ. സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. അംഗനവാടി ജീവനക്കാരെ സ്ഥിരം ജീവനക്കാരായി പ്രഖ്യാപിക്കാനാകില്ല. നേരത്തെ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ചോദ്യങ്ങൾ ലോക്സഭയിൽ ഉയർന്നു വന്നപ്പോൾ JP നദ്ദ അതിനൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, ഇത്തരം ജീവനക്കാരെ, ആശമാരെ ആയാലും അംഗനവാടി ജീവനക്കാരെ ആയാലും അത് സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന്. ആ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. വിനീഷ, അത് തന്നെയാണ്. കാരണം ആശാപ്രവർത്തകരെ ഇത്തരത്തിൽ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിലും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അംഗനവാടി ജീവനക്കാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ശിശുക്ഷേമ സഹമന്ത്രി സാവിത്രി താക്കൂറാണ് ലോക്സഭയിൽ ഈ മറുപടി നൽകിയത്. അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിനായിരുന്നു മറുപടി. അംഗനവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കാനാവില്ല എന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവരെ സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധി പുറപ്പെടുവിച്ചിരുന്നു. എന്തായാലും ഇതിനെതിരെ അപ്പീൽ പോകുമെന്നൊരു നിലപാട് കൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് അംഗനവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കില്ല, അവരുടെ പ്രതിഫലവും അല്ലെങ്കിൽ ഇൻസെന്റീവ് അടക്കമുള്ള നിലയും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവുമില്ല എന്നപ്പോൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചിരിക്കുകയാണ്. ശിശുക്ഷേമ സഹമന്ത്രി സാവിത്രി താക്കൂറാണ് ലോക്സഭയിൽ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അംഗനവാടി ജീവനക്കാരും ഇത്തരത്തിൽ തങ്ങളുടെ പ്രതിഫലം വർദ്ധിപ്പിക്കണം, തങ്ങൾക്ക് ഇതുപോലെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണം, അതോടൊപ്പം തന്നെ തങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങൾ വേണമെന്നല്ലാതെ ഇവർ ഇത്തരത്തിൽ ആവശ്യം ഉയർത്തിക്കൊണ്ടല്ലാതെ സമരമുഖത്താണ്. പക്ഷെ അതും നമുക്കറിയാം, അംഗനവാടി ജീവനക്കാരും കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവരെ പ്രതിഫലം വർദ്ധിപ്പിക്കാനാവില്ല, അവരെ സ്ഥിരം ജീവനക്കാരായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് ശിശുക്ഷേമ സഹമന്ത്രി സാവിത്രി താക്കൂർ ഇന്നിപ്പോൾ ലോക്സഭയിൽ തന്നെ മറുപടിയായി നൽകിയിരിക്കുകയാണ്. അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിലാണ് ഇത്തരത്തിൽ കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. വിനീഷ, സിബി, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യക്ഷ സമരത്തിലാണ് ആശമാരായാലും അംഗനവാടി ജീവനക്കാരായാലും അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട്, അവരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട്, അവരെ തൊഴിലാളികളാക്കണം, അവരെ സർക്കാർ ജീവനക്കാരാക്കണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് ആശമാർ സമരം ചെയ്യുന്നത്. ആ സമരത്തിന്റെ ആശമാരുടെ ആവശ്യം പറയാനാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി, കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നദ്ദയെ കാണാൻ ശ്രമിച്ചത്. ആ കൂടിക്കാഴ്ചയ്ക്ക് പോലും അനുമതി നിഷേധിച്ചില്ല. കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു. നേരത്തെ ആശാ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പരിഗണിക്കാനാകില്ല എന്ന JP നദ്ദ തന്നെയാണ് പാർലമെന്റിൽ പറഞ്ഞത്. അതേ JP നദ്ദ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ വീണ്ടും ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു നിലപാട് വരുന്നു. അംഗനവാടി ജീവനക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരായി സർക്കാർ ജീവനക്കാരായി പരിഗണിക്കില്ല എന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടി അതിനെ വായിച്ചെടുക്കണം. കാരണം കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അംഗനവാടി പ്രവർത്തകരും ആശാ പ്രവർത്തകരും തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ തൊഴിലാളികളായി തങ്ങളെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടക്കുന്ന ഘട്ടത്തിൽ കൂടി വിനീഷ, അത് അംഗനവാടി ജീവനക്കാരെ സംബന്ധിച്ച് അവർ കൃത്യമായ നിലപാട് വ്യക്തമായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിൽ ഗുജറാത്ത് ഹൈക്കോടതി വിധി പ്രകാരം ഈ അംഗനവാടി ജീവനക്കാരെ സ്ഥിരം ജീവനക്കാരായി പ്രഖ്യാപിക്കണമെന്നല്ല നിലയും ഗുജറാത്ത് ഹൈക്കോടതി വിധിയുണ്ടായിരുന്നു. ഈ ഗുജറാത്ത് ഹൈക്കോടതി വിധിയെ നിയമപരമായി നേരിടാൻ പോലും ഇത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമായി ലോക്സഭയിൽ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ഒരു പദ്ധതി, ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ പദ്ധതികൾ അതിൽ കൃത്യമായി മാറ്റം വരുത്തേണ്ടതും അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ്. ഒരു ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും ആ ഹൈക്കോടതി വിധിയെ നിയമപരമായ പോരാട്ടത്തിലൂടെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അത് ലോക്സഭയിൽ കൃത്യമായി തന്നെ ഈ ശിശുക്ഷേമ സഹമന്ത്രി സാവിത്രി താക്കൂർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും ഇതേ നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിലും ഇതേ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അത് കൃത്യമായി തന്നെ അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിൽ ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ ഈ ഒരു സഹമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് അംഗനവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കാനാവില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ
അപ്പീൽ പോകും. അംഗനവാടി ജീവനക്കാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും ആശാവർക്കർമാരുടെ കാര്യത്തിലും അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് കൂടി ഇപ്പോൾ പാർലമെന്റിൽ അറിയിച്ചിരിക്കുകയാണ് വിനീഷ. ശരി, സിബി ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ആശാ വർക്കർമാരുടെ കാര്യത്തിലും അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിലും എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കുകയാണ് ലോക്സഭയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നേരത്തെ തന്നെ ആശാ വർക്കർമാർക്ക് അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കില്ല, സ്ഥിരം സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കില്ല എന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അതേ നിലപാട് തന്നെ അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിലും എടുക്കുന്നു. സ്ഥിരം സർക്കാർ ജീവനക്കാരായി അംഗനവാടി ജീവനക്കാരെയും പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിക്കുന്നു. സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന ഒരു പ്രധാന വസ്തുത കൂടി ലോക്സഭയെ അറിയിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.